നമസ്കാരം, സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വേനലവധിക്കായി യുഎയിലെ സ്കൂളുകൾ അടച്ചു. ക്ലാസുകൾ പുനരാരംഭിക്കുക ഓഗസ്റ്റ് 31-ന്. അവധി ആഘോഷങ്ങൾക്ക് സ്വദേശങ്ങളിലേക്ക് വിമാനം കയറി കുടുംബങ്ങൾ. കോൺസുലർ സേവനങ്ങൾക്ക് വലഞ്ഞ ഇന്ത്യൻ സമൂഹം. ഷാർജയിൽ 2 ദിവസത്തെ അറ്റസ്റ്റേഷൻ ക്യാമ്പ് ഒരുക്കി ഇന്ത്യൻ അസോസിയേഷൻ. സേവനം നാളെയും മറ്റന്നാളും രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ. ഇത്തിഹാദ് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഷാർജയിൽ ഗതാഗത നിയന്ത്രണം യൂണിവേഴ്സിറ്റി സിറ്റിക്കും ആർദൽ മഹത്തിനും ഇടയിൽ ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 23 വരെ. യുഎയിൽ സ്വർണ്ണവില വീണ്ടും 500 ദിർഹത്തിന് മുകളിൽ. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 502 ദിർഹം 75 ഫിൽസ്. നിരക്ക് വർധനയ്ക്ക് കാരണം യുഎസ് പലിശ നിരക്ക് ഉയർത്തിയേക്കില്ലെന്ന സൂചന. വാർത്തകളിലേക്ക് വിശദമായി. വേനലവധിക്കായി യുഎയിലെ സ്കൂളുകൾ അടച്ചു. തുടർച്ചയായി 2 മാസത്തെ അവധിയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. ഓഗസ്റ്റ് 31-ന് അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കും. പാഠപുസ്തകങ്ങളും പരീക്ഷകളും മാറ്റിവെച്ച് യുഎയിലെ വിദ്യാർത്ഥികൾക്ക് ഇനി വിശ്രമത്തിന്റെയും യാത്രകളുടെയും ദിനങ്ങൾ. യുഎയിലെ സ്കൂളുകൾ വേനലവധിക്കായി അടച്ചതോടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും 2 മാസത്തെ അവധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവസാന ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സമാപന പരിപാടികൾ വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിച്ചിരുന്നു. വേനൽ ചൂട് രൂക്ഷമായ സാഹചര്യത്തിൽ വിദേശയാത്രയുടെയും നാട്ടിലേക്കുള്ള യാത്രയുടെയും പദ്ധതിയിലാണ് കുടുംബങ്ങൾ. യുഎയിൽ തന്നെ തുടരുന്നവർ സമ്മർ ക്യാമ്പുകളിലും പരിശീലന പരിപാടികളിലും പങ്കെടുക്കും. അവധിക്കാലത്ത് കുട്ടികളുടെ സുരക്ഷയ്ക്കും ആരോഗ്യകരമായ ശീലങ്ങൾക്കും ശ്രദ്ധ നൽകണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഏകദേശം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഓഗസ്റ്റ് 31-നാണ് രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ പുതിയ അധ്യയന വർഷം പുനരാരംഭിക്കുന്നത്. NTV അബുദാബി. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനത്തിൽ തുടരുന്ന പ്രതിസന്ധി ഇനിയും നീളുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇ-ട്രാവ് ടെക് കമ്പനി ഫയൽ ചെയ്ത കേസിന്റെ വാദം ഡൽഹി ഹൈക്കോടതി ഈ മാസം 13-ലേക്കാണ് മാറ്റിയത്. സേവനം പുതിയ കമ്പനിക്ക് ടെൻഡർ നൽകിയത് ചോദ്യം ചെയ്താണ് കേസ്. കോഴിക്കോട്ടെ അൽഹിന്ദ് ട്രാവൽസിനായിരുന്നു പുതിയ ടെൻഡർ ലഭിച്ചത്. ജൂലൈ 1 മുതൽ അൽഹിന്ദ് സേവനം ആരംഭിക്കാനിരിക്കെയാണ് ടെൻഡർ നടപടിയെ ചോദ്യം ചെയ്ത ഇ-ട്രാവ് ടെക് എന്ന കമ്പനി കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെയും ഡൽഹി ഹൈക്കോടതിയെയും സമീപിച്ചത്. വെറാസിസ് എന്ന കമ്പനിയും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇതിൽ തീർപ്പുണ്ടാകുന്നതുവരെ പുതിയ കമ്പനിക്ക് സേവനങ്ങൾ കൈമാറാൻ നിയമ തടസ്സമുണ്ടാകും. നേരത്തെ പാസ്പോർട്ട് സേവനം നൽകിയിരുന്ന BLS ഇന്റർനാഷണൽ പുതിയ കമ്പനി രംഗത്ത് വരുന്നതിന്റെ ഭാഗമായി ജൂൺ 25 മുതൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചിരുന്നു. പാസ്പോർട്ട് സേവനത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്നലെ മുതൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റും താൽക്കാലികമായി നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കാൻ ആരംഭിച്ചിരുന്നു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ഈ കാര്യാലയങ്ങളിൽ അപേക്ഷകൾ സ്വീകരിക്കുക. താൽക്കാലിക സംവിധാനമായതിനാൽ നിരവധി പരിമിതികളുണ്ട്. പൂരിപ്പിച്ച അപേക്ഷകൾ മാത്രമേ ഇവിടെ സ്വീകരിക്കൂ. ഫീസ് പണമായി മാത്രമേ നൽകാൻ കഴിയൂ. ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പണം നൽകാൻ കഴിയില്ല. പോരാത്തതിന് സ്ഥലപരിമിതിയുമുണ്ട് എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷകർ മാത്രമേ ഓഫീസുകളിലേക്ക് എത്താവൂ എന്ന് അധികൃതർ പ്രത്യേകം നിർദ്ദേശിച്ചു. പ്രായപൂർത്തിയാകാത്തവരുടെ പാസ്പോർട്ടിന് മാത്രം രക്ഷിതാക്കൾക്കൊപ്പം വരാമെന്നാണ് അറിയിപ്പ്. ഇപ്പോൾ തന്നെ പാസ്പോർട്ട് സേവനങ്ങളിൽ കാലതാമസം നേരിടുന്നു എന്ന പരാതികൾ ഉയരുന്നുണ്ട്. ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നീണ്ടുപോയാൽ ഈ പ്രതിസന്ധിയും നീണ്ടുപോകാനാണ് സാധ്യത. ഇ-ട്രാവ് ടെക് കമ്പനി ഫയൽ ചെയ്ത കേസ് ഡൽഹി ഹൈക്കോടതി ഈ മാസം 13-ലേക്ക് വാദം മാറ്റിയതായും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ 2 ദിവസത്തെ കോൺസുലാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. നാളെയും മറ്റന്നാളുമായി രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെയാണ് അറ്റസ്റ്റേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഷാർജയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആശ്വാസമാകും ഈ ക്യാമ്പ്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ 2 ദിവസത്തെ കോൺസുലർ അറ്റസ്റ്റേഷൻ സേവനം സംഘടിപ്പിക്കുന്നത്. ജൂലൈ 4-5 തീയതികളിൽ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ആസ്ഥാനത്താണ് സേവനം ലഭ്യമാക്കുക. രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ സേവനം ലഭിക്കും. ഷാർജയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആശ്വാസമാകും ഈ ക്യാമ്പ്. വിദേശകാര്യ ആവശ്യങ്ങൾക്കായി രേഖകൾ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട ഇന്ത്യൻ പൌരന്മാർക്ക് ദുബൈയിലേക്ക് യാത്ര ചെയ്യാതെ ഷാർജയിൽ തന്നെ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്.
അറ്റസ്റ്റേഷൻ ആവശ്യമായ അസൽ രേഖകൾ, ആവശ്യമായ പകർപ്പുകൾ, പാസ്പോർട്ട്, എമിറേറ്റ്സ് ID, നിശ്ചിത ഫീസ്, കോൺസുലേറ്റിന്റെ മാർഗനിർദ്ദേശപ്രകാരം ആവശ്യമായ മറ്റ് രേഖകൾ എന്നിവ കൈവശം കരുതണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. രേഖകൾ പൂർണ്ണമായും തയ്യാറാക്കി എത്തുന്നവർക്ക് നടപടിക്രമങ്ങൾ വേഗത്തിലും സുഗമമായും പൂർത്തിയാക്കാൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി. പരമാവധി പേർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അഭ്യർത്ഥിച്ചു. NTV ഷാർജ. UAE സ്വർണ്ണവില വീണ്ടും 500 ദിർഹത്തിന് മുകളിലെത്തി. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 502 ദിർഹം 75 ഫിൽസാണ് ഇന്നത്തെ നിരക്ക്. രാജ്യാന്തര വിപണിയിൽ 2 ദിവസമായി തുടർന്ന വിലവർധനയ്ക്ക് പിന്നാലെ UAEയിലും ഇന്ന് നിരക്ക് വർധനയുണ്ടായെങ്കിലും വൈകിട്ടോടെ വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 503.50 ദിർഹമായിരുന്നു നിരക്ക്. എന്നാൽ വൈകിട്ടോടെ 75 ഫിൽസ് കുറഞ്ഞ 502.75 ഫിൽസാണ് ക്ലോസിംഗ് റേറ്റ്. വ്യാഴാഴ്ച ഇത് 494.75 ദിർഹമായിരുന്നു. ഈ വിലവർധനയോടെ UAEയിലെ സ്വർണ്ണവില ജൂൺ 3ാം വാരത്തിലുണ്ടായിരുന്ന നിരക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജൂൺ 4-ന് 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 538.50 ദിർഹവും 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 498.50 ദിർഹവുമായിരുന്നു നിരക്ക്. അതിനുശേഷമാണ് വില താഴേക്ക് പോയത്. പണപ്പെരുപ്പം നേരിടാൻ US ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്ക് ഉയർത്തിയേക്കില്ലെന്ന സൂചനകളാണ് നിരക്ക് വർധനയ്ക്ക് കാരണം. സാധാരണയായി പലിശ നിരക്ക് ഉയരുമ്പോൾ സ്വർണ്ണവില കുറയാറുണ്ട്. കഴിഞ്ഞ ദിവസത്തെ 2.3% വർധനവിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില 1.8% ഉയർന്ന ഔൺസിന് $4,195 എത്തിയത്. US ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് മുകളിൽ ഉണ്ടാകുന്ന പുതിയ ആശങ്കകളും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടാൻ കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NTV. ജൂലൈ മുതൽ 2026 ഓഗസ്റ്റ് വരെ താൽക്കാലിക ഗതാഗത വഴിതിരിച്ചുവിടൽ പ്രഖ്യാപിച്ച് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇത്തിഹാദ് റെയിൽ സ്റ്റേഷൻ ആക്സസ് റോഡ് പ്രൊജക്ടിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപടി. നിർമ്മാണം സുഗമമാക്കുന്നതിനും ഭാവിയിലെ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമായി യൂണിവേഴ്സിറ്റി സിറ്റിക്കും ആർദ് അൽ മാഹിദിനും ഇടയിലാണ് വഴിതിരിച്ചുവിടൽ നടപ്പിലാക്കുക. പ്രദേശത്തെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, റോഡ് ശേഷി വർദ്ധിപ്പിക്കുക, സുഗമമായ ഗതാഗതം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള വിശാലമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഭാഗമായാണ് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഈ നീക്കം. 2026 ജൂലൈ 4 ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഗതാഗത വഴിതിരിച്ചുവിടൽ ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ തുടരും. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ തിരക്കേറിയ സമയങ്ങളിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് SRTA നിർദ്ദേശിച്ചു. എല്ലാ റോഡ് ഉപയോക്താക്കളും നിയുക്ത വഴിതിരിച്ചുവിടൽ റൂട്ടുകൾ കർശനമായി പാലിക്കണമെന്നും ബാധിത പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ട്രാഫിക് സൈനുകൾ ശ്രദ്ധിക്കണമെന്നും SRTA അഭ്യർത്ഥിച്ചു. വാഹനം ഓടിക്കുന്നവരുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും സുരക്ഷ നിലനിർത്തുന്നതിനും ഗതാഗതം കഴിയുന്നത്ര സുഗമമായി നിലനിർത്തുന്നതിനും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. വാഹനം ഓടിക്കുന്നവർ മുൻകൂട്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ബദൽ വഴികൾ ഉപയോഗിക്കാനും ബാധിത മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. NTV ഷാർജ. അത്യാധുനിക ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ അതിർത്തി സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രതയുമായി ദുബായ്. കഴിഞ്ഞ 18 മാസത്തിനിടെ വ്യാജവും കൃത്രിമവുമായി തിരുത്തിയതുമായ 900-ലേറെ യാത്രാരേഖകളാണ് ദുബായിൽ കണ്ടെത്തിയത്. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അത്യാധുനിക ഡിജിറ്റൽ പരിശോധനാ സംവിധാനങ്ങളുടെയും വിദഗ്ധരുടെയും സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് വ്യാജവും കൃത്രിമമായി തിരുത്തിയതുമായ യാത്രാരേഖകൾ കണ്ടെത്തിയത്. 2025-ലും 2026-ന്റെ ആദ്യ പകുതിയിലുമായി ആകെ 902 വ്യാജരേഖാ കേസുകളാണ് അതിർത്തികളിൽ നിന്ന് പിടികൂടിയത്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മികച്ച ട്രാവൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സെന്ററായി മാറിയ GDRFയുടെ ഡോക്യുമെന്റ് ഇൻസ്പെക്ഷൻ സെന്ററാണ് ഈ സുരക്ഷാ ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഡിജിറ്റൽ ഐഡന്റിറ്റികളും യാത്രാരേഖകളും വ്യാജ നിർമ്മാണ രീതികളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടെയുള്ള പരിശോധനകളാണ് ദുബായ് വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും നടക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പാസ്പോർട്ടുകൾ, പ്രിന്റ് വീസകൾ, ഇലക്ട്രോണിക് വിസകൾ ഉൾപ്പെടെ 20,307 യാത്രാരേഖകളാണ് കേന്ദ്രം വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 2025-ൽ 15,746 രേഖകളും 2026-ന്റെ ആദ്യ 6 മാസത്തിനിടെ 4,561 രേഖകളും പരിശോധിച്ചു.
അത്യാധുനിക ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ അതിർത്തി സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രതയാണ് ദുബായ് കൈവരിക്കുന്നത്. NTV ദുബായ്. ടെർമിനേഷൻ നൽകിയതിനു പിന്നാലെ കമ്പനി വാഹനം വിട്ടുകൊടുക്കാത്ത ജീവനക്കാരന് 30,000 ദിർഹം പിഴ. UAE നിയമപ്രകാരം തൊഴിൽ തർക്കങ്ങളെ തുടർന്ന് കമ്പനിയുടെ ആസ്തി സ്വന്തമാക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കോടതി ചിലവുകൾ വഹിക്കാനും ഉത്തരവുണ്ട്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനു ശേഷവും കമ്പനി വാഹനം തിരികെ നൽകാത്തയാൾക്ക് പിഴ ചുമത്തിയിരിക്കുകയാണ് അലൈൻ കോടതി. 30,000 ദിർഹമാണ് പിഴ. തൊഴിൽ തർക്കത്തിനിടെ വാഹനം പിടിച്ചുവെക്കാനുള്ള തൊഴിലാളിയുടെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സേവനാനുകൂല്യം നൽകാത്തതിനാൽ വാഹനം തിരികെ കൊടുക്കാനാകില്ലെന്നായിരുന്നു ജീവനക്കാരന്റെ പ്രതികരണം. എന്നാൽ അലൈൻ കോടതി അദ്ദേഹത്തിന്റെ വാദം പൂർണ്ണമായും തള്ളി. UAE നിയമപ്രകാരം തൊഴിൽ തർക്കത്തിനുള്ള ഏകപക്ഷീയമായ പ്രതിവിധിയായി തൊഴിലാളിക്ക് കമ്പനിയുടെ ആസ്തികൾ സ്വന്തമാക്കാനോ നിയമവിരുദ്ധമായി പിടിച്ചുവെക്കാനോ ആകില്ലെന്ന് പ്രിസൈഡിംഗ് ജഡ്ജി വ്യക്തമാക്കി. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൽ ഔദ്യോഗിക പരാതി നൽകുക എന്നതാണ് നിയമപരമായ മാർഗമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ സ്വത്തുവകകൾ പിടിച്ചുവെക്കുന്നതിലൂടെ സ്ഥാപനത്തിന് നഷ്ടം വന്നതായും കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് 30,000 ദിർഹം നഷ്ടപരിഹാരം നൽകാനും കോടതി ചെലവുകൾ വഹിക്കാനുമാണ് അലൈൻ കോടതി ഉത്തരവിട്ടത്. NTV അബുദാബി. സ്വകാര്യ മേഖലയുടെ സാമൂഹ്യ ഉത്തരവാദിത്വവും സുസ്ഥിര വികസനത്തിലുള്ള പങ്കാളിത്തവും ശക്തിപ്പെടുത്തുന്നതിനായി UAE പുതിയ ദേശീയ പദ്ധതി പ്രഖ്യാപിച്ചു. UAE കമ്പനീസ് ഫോർ ഗുഡ് 2031 എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ 5 വർഷത്തിനകം 2,000 കോടി ദിർഹം സമാഹരിക്കാനാണ് പദ്ധതി. അബുദാബി ഖസർ അൽ വദനിൽ നടന്ന ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ UAE കമ്പനീസ് ഫോർ ഗുഡ് 2031 എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയെ സാമ്പത്തിക വളർച്ചയുടെ ഭാഗമാക്കുക എന്ന UAE നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ഷെയ്ഖ് മൻസൂർ പറഞ്ഞു. 2025 മാത്രം 191 കമ്പനികളുടെ പങ്കാളിത്തത്തോടെ 323 കോടി ദിർഹത്തിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചത് നേട്ടമായി. ഈ മാതൃക പിന്തുടർന്നാണ് വരും വർഷങ്ങളിൽ വിപുലമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നത്. സാമൂഹിക സേവന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ കമ്പനികളെ ഷെയ്ഖ് മൻസൂർ ചടങ്ങിൽ ആദരിച്ചു. 2025-2027 കാലയളവിൽ അപേക്ഷ നൽകിയ 160 സംഘടനകളിൽ നിന്ന് 114 എണ്ണം പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ വിഭാഗങ്ങളിലായി തിരഞ്ഞെടുത്തു. സർക്കാർ, സ്വകാര്യ മേഖല, അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പദ്ധതി സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. UAE കമ്പനീസ് ഫോർ ഗുഡ് 2031 എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ 5 വർഷത്തിനകം 2,000 കോടി ദിർഹം സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. NTV അബുദാബി. ഷാർജയിലെ ബിസിനസ് മേഖലയ്ക്ക് ആശ്വാസമേകി സിവിൽ ഡിഫൻസ് ഫീസിൽ 50% ഇളവ് പ്രഖ്യാപിച്ചു. ഫയർ ഫൈറ്റിംഗ് പ്രവർത്തനങ്ങൾക്കും മറ്റുമായി ഈടാക്കുന്ന ഓപ്പറേഷണൽ ഫീസിലും നിലവിലുള്ള പിഴകളിലുമാണ് 50% ഇളവ്. 2019 മുതൽ 2026 വരെയുള്ള കാലയളവിൽ ചുമത്തപ്പെട്ട പിഴകൾക്കും ഇളവ് ബാധകമാണ്. ജൂൺ 16 മുതൽ തുടങ്ങി 3 മാസത്തേക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക. വിവരങ്ങൾക്ക് ഷാർജ സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സന്ദർശിക്കാം. ഇന്ധനവില കുറഞ്ഞതോടെ അജ്മാനിൽ ടാക്സി നിരക്ക് കുറച്ചു. എമിറേറ്റിലെ ഗതാഗത വകുപ്പായ അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് തീരുമാനം കൈക്കൊണ്ടത്. 2026 ജൂലൈയിൽ ടാക്സി യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 ദിർഹം 90 ഫിൽസാണ് ഈടാക്കുകയെന്ന് അതോറിറ്റി വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 1 കിലോമീറ്ററിന് 2 ദിർഹമായിരുന്നു നിരക്ക്. നിലവിലെ നിരക്കിൽ നിന്നും കിലോമീറ്ററിന് 10 ഫിൽസിന്റെ കുറവാണ് ഉണ്ടായത്. ഫ്ലൈവേൾഡ് ഗ്രൂപ്പിന്റെ കൊമേഴ്ഷ്യൽ ലോ വിഭാഗമായ FCL ലോയേഴ്സിന്റെ സേവനങ്ങൾ ഇനി ദുബായിലും. വ്യക്തികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും സമഗ്രമായ നിയമസഹായം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. മിഡിൽ ഈസ്റ്റിലെ നിയമസേവന രംഗത്ത് സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുകയാണ് ഫ്ലൈവേൾഡ്. 14 വർഷത്തിലേറെയായി ഓസ്ട്രേലിയയിൽ വിവിധ മേഖലകളിൽ വിശ്വാസ്യതയാർന്ന സേവനങ്ങൾ നൽകി വരുന്ന ഫ്ലൈവേൾഡ് ഗ്രൂപ്പിന്റെ കൊമേഴ്ഷ്യൽ ലോ വിഭാഗമായ FCL ലോയേഴ്സിന്റെ പ്രവർത്തനമാണ് UAEയിലും ആരംഭിച്ചത്. UAEയിലെ പ്രവാസികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും സമഗ്രമായ നിയമസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്
FCL Lawyers ദുബായിൽ ആരംഭിച്ചത്. ഓസ്ട്രേലിയയിലെയും UAE-യിലെയും നിയമരംഗത്ത് പരിചയസമ്പന്നരായ അഭിഭാഷകരുടെ നേതൃത്വത്തിലാണ് പുതിയ സേവനങ്ങൾ ലഭ്യമാക്കുക. ഫാമിലി ലോ, റെന്റൽ തർക്കങ്ങൾ, എംപ്ലോയ്മെന്റ് ലോ, ട്രാവൽ ബാൻ, ചെക്ക് കേസുകൾ, ബിസിനസ് ലോ, കോർപ്പറേറ്റ് ലോ, ബിൽസ് തയ്യാറാക്കൽ, കരാർ തയ്യാറാക്കൽ തുടങ്ങി സമഗ്രമായ നിയമോപദേശം ഇവിടെ ലഭ്യമാണ്. ഓസ്ട്രേലിയൻ ലോസ് ആണ് FCL ലോയേഴ്സ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലോ എന്ന് പറയുന്നത് ബേസിക്കലി എല്ലായിടത്തും സിമിലർ ആണ്, സെയിം ആണെന്ന് ഞാൻ പറയില്ല, സിമിലർ ആണ്. ഇതിൻ്റെ ഒരു പ്രാക്ടീസിങ്, ആ ഒരു നോളജ് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിനനുസരിച്ചുള്ള ലെജിസ്ലേഷൻസ് മാറും, കോർട്ട് മാറും, ആ ഒരു വ്യത്യാസമാണ് ഉണ്ടാവുക. ദുബായിലെ ബുജുമാൻ ബിസിനസ് ടവറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അക്കഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ്, ഓസ്ട്രേലിയൻ അഭിഭാഷകയും FCL ലോയേഴ്സിന്റെ ഡയറക്ടറുമായ അഡ്വക്കേറ്റ് താര എസ് നമ്പൂതിരി, ഫ്ലൈവെൽഡ് ഗ്രൂപ്പ് CEO റോണി ജോസഫ്, COO പ്രിൻസ് ജേക്കബ് എബ്രഹാം, UK ഡയറക്ടർ ടിൻസ് എബ്രഹാം, ഫ്ലൈവെൽഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ റോബി ജോസഫ്, UAE റീജിയണൽ ഹെഡ് ഡാനിയൽ ജോണി, RJ ഫസ്ലു എന്നിവർ പങ്കെടുത്തു. NTV ദുബായ്. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇന്നത്തെ സ്വർണ്ണവില. Gold Rate, presented by Zyba Jewelers. Elegantly handcrafted traditional jewelries. Zyba Jewelers, UAE, Qatar. Gold Rate, presented by Zyba Jewelers. Elegantly handcrafted traditional jewelries. Zyba Jewelers, UAE, Qatar. വിനിമയ നിരക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. വേനലവധിക്കായി UAE-യിലെ സ്കൂളുകൾ അടച്ചു. ക്ലാസുകൾ പുനരാരംഭിക്കുക ഓഗസ്റ്റ് 31-ന്. അവധി ആഘോഷങ്ങൾക്ക് സ്വദേശങ്ങളിലേക്ക് വിമാനം കയറി കുടുംബങ്ങൾ. കോൺസുലർ സേവനങ്ങൾക്ക് വലഞ്ഞ ഇന്ത്യൻ സമൂഹം. ഷാർജയിൽ 2 ദിവസത്തെ അറ്റസ്റ്റേഷൻ ക്യാമ്പ് ഒരുക്കി ഇന്ത്യൻ അസോസിയേഷൻ. സേവനം നാളെയും മറ്റന്നാളും രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ. ഇത്തിഹാദ് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഷാർജയിൽ ഗതാഗത നിയന്ത്രണം യൂണിവേഴ്സിറ്റി സിറ്റിക്കും ആർദൽ മഹത്തിനുമിടയിൽ ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 23 വരെ. UAE-യിൽ സ്വർണ്ണവില വീണ്ടും 500 ദിർഹത്തിന് മുകളിൽ. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 502 ദിർഹം 75 ഫിൽസ്. നിരക്ക് വർധനയ്ക്ക് കാരണം US പലിശ നിരക്ക് ഉയർത്തിയേക്കില്ലെന്ന സൂചന. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. NTV UAE to the world.